അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, എല്ലാവർക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വലിയ തൗഫീഖ് അല്ലാഹ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മമാരെ, അൽഹംദുലില്ലാ, ഓരോ ദിവസങ്ങളും വ്യത്യസ്തമായ അറിവഴകുകളുടെ നിലാമഴയിലൂടെയാണ് അൽഹംദുലില്ലാ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ, ഈ മജ്ലിസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നാം ഇപ്പോൾ സഞ്ചരിക്കുന്ന മുഹറമിലാണ്. കഴിഞ്ഞ മുഹറം മാസത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഈ മുഹറമിൽ നമ്മളോടൊപ്പം ഇല്ല. ഉണ്ടോ? ഇല്ല. ഇന്നലെ ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. പലരുടെയും മരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ്. പലരുടെയും മരണങ്ങൾ നമ്മൾ കൊതിച്ചു പോവുകയാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച, മെനങ്ങാന്ന് വെള്ളിയാഴ്ച രാവിലെ എൻ്റെ വീടിൻ്റെ അയൽവാസി, എൻ്റെ തൊട്ടടുത്തുള്ള സഫിയുദ്ദീൻ എന്ന് പറയുന്ന ഒരു പിതാവ് മരണപ്പെട്ടു. ആ പിതാവ് കുറച്ച് നാളായി രോഗികളായി കിടക്കുക. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി. എന്താണെന്ന് പറയും, മരണം എല്ലാവർക്കും വരും. രോഗിയായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു, അതൊക്കെ ഒരു സ്വാഭാവികതയാണ്. പക്ഷേ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത്, ആ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെടുന്നത് വെള്ളിയാഴ്ച രാവിലാണ്. വെള്ളിയാഴ്ച രാവിലെ പ്രഭാതത്തിൽ മരണപ്പെടുന്നു. കൊണ്ടുവന്നു, കുളിപ്പിച്ചു, പൊതിഞ്ഞു. ജുമാ നമസ്കാരത്തിന് കൂടിയ നൂറുകണക്കിന് ആളുകളെ സാക്ഷി നിർത്തി മയ്യത്ത് ജനാസ നമസ്കരിച്ചു. സ്വാഭാവികമായും ഇപ്പൊ നിങ്ങൾ ചോദിക്കും, വെള്ളിയാഴ്ച മരിച്ചാൽ നിസ്കരിക്കുമല്ലോ, കുഴപ്പമില്ല, അതൊക്കെ എന്താ അത്ഭുതം? എന്നെ അത്ഭുതപ്പെടുത്തി എന്താണെന്നറിയോ? ആ ദിവസത്തിലുള്ള മരണവും അദ്ദേഹത്തിന്റെ ഖബറാണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ഖബർ എന്ന് പറഞ്ഞാൽ, ആ പ്രിയപ്പെട്ട പിതാവിനെ ഖബറടക്കിയത് ഉമ്മയുടെ ഖബറിന് തൊട്ടടുത്താണ്. ഉമ്മ മരണപ്പെട്ട ഏതാനും ദിവസങ്ങളായിട്ടുള്ളൂ. മകൻ രോഗിയായിരുന്നു, ആ പിതാവ് മരണപ്പെട്ടു. ഉമ്മയെ ചെറുപ്പകാലഘട്ടത്തിൽ ഉമ്മ എങ്ങനെയാണോ മോനെ ചേർത്ത് പിടിച്ചത്, ഉമ്മയെ മോൻ എങ്ങനെയാണോ ചേർത്ത് പിടിച്ചത്, അതുപോലെ രണ്ടുപേരും അടുത്തടുത്ത ഖബറിൽ. അള്ളാഹു പിതാവിനും ഉമ്മക്കും സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം അതൊരു അത്ഭുതമാണ്. എപ്പോഴും അതിന് പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ പറഞ്ഞു വന്നത്, ഈ മുഹറമിൽ നമ്മൾ ഇന്നുണ്ട്, നാളെ ഞാനുണ്ടോ നിങ്ങളുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നാളെ രാവിലെ പ്രഭാതത്തിൽ ഈ ചാനലിലൂടെ, ഈ മജ്ലിസിലൂടെ പറയാൻ ഞാനുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, കേൾക്കാൻ നിങ്ങളുണ്ടോന്ന് അറിഞ്ഞുകൂടാ. നാളെ ആകട്ടെ, എന്ന് വൈകുന്നേരം അല്ലെങ്കിൽ അല്പസമയം കഴിഞ്ഞാൽ നമ്മളുണ്ടോന്ന് അറിയില്ലല്ലോ. ഇപ്പൊ ഞാനിത് വീഡിയോ ചെയ്തു, നിങ്ങൾ കേൾക്കാൻ നിങ്ങളുണ്ടോന്ന് ആർക്കറിയാം? നിങ്ങൾ കേൾക്കുമ്പോൾ ഞാനുണ്ടോന്ന് ആർക്കറിയാം? ആർക്കും അറിയില്ല. ഞാൻ പറഞ്ഞത്, അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ദീർഘായുസ്സാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത്, രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വേഗം നമ്മൾ മരിക്കും. പെട്ടെന്നുള്ള മരണം നമ്മളെ പിടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ പറയുന്ന രണ്ട് സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദീർഘായുസ്സുള്ള തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മരിക്കണോ വേണ്ട നിങ്ങൾ ചിന്തിക്കും. മരിക്കണമെന്ന് വെച്ചാൽ മരിക്കും, പക്ഷെ ആയുസ് വർദ്ധിപ്പിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി ചോദിച്ചില്ല, നബിയെ, ഞാൻ റബ്ബിനോട് ദ്വാരക്കുമ്പോൾ എന്താ ഞാൻ ചോദിക്കേണ്ടത്? ഉത്തരം കിട്ടുമെന്ന് ഉറപ്പായ ഞാൻ എപ്പോഴും ദ്വാരക്കുന്ന ആളാ, എന്താ ചോദിക്കേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. പടച്ചവനെ, നീ ആരോഗ്യം ആഫിയത്തോടുള്ള ദീർഘായുസ്. എന്തിനാണ് ആയുസും ആഫിയത്തും ദീർഘായുസും? നിനക്ക് വേണ്ടി ഇബാദത്ത് എടുക്കാൻ. അങ്ങനെ ഇബാദത്തിലായി, റബ്ബിന്റെ പൊരുത്തത്തിലായി. ഉമ്മമാരെ, ഈ മുഹറം മാസത്തിൽ നിങ്ങൾ ആരെങ്കിലും ഈ രണ്ട് തെറ്റുകൾ നിങ്ങൾ ചെയ്താൽ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ, ഉറപ്പാണ് അടുത്ത മുഹറം എത്തുമ്പോൾ നിങ്ങളുണ്ടോന്ന് അള്ളാഹു അറിയില്ല. ഉടൻ മരണപ്പെടും, വെക്കെന്ന് മരണപ്പെടും, ദീർഘായുസ് കുറയും. ഈ രണ്ട് കാര്യം നിങ്ങൾ ചെയ്താൽ അള്ളാഹ് ദീർഘായുസ് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഉസ്താദേ, ഞാൻ അത് ചെയ്ത് രക്ഷപ്പെട്ടാലോ? അള്ളാഹ് ഭാഗ്യം തരട്ടെ. വിശദീകരിക്കുന്നില്ല, കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ. ഒന്നാമത്, അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സറഹു അയ്യബ്സുത ലഹു ഫീ റിസ്ഖിഹി അയ്യൻശഅ ലഹു ഫീ അഥരിഹി. നിങ്ങൾക്ക് ജീവിതത്തിൽ ബറക്കത്ത് വേണോ? കച്ചവടത്തിൽ, നിങ്ങളെ വെള്ളത്തിൽ, ഭാര്യയിൽ, ഭക്ഷണത്തിൽ, വെള്ളത്തിൽ, മക്കളിൽ, വാഹനത്തിൽ, എല്ലാത്തിലും ബറക്കത്തും അത് വലിയ വിപുലപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? കടങ്ങൾ മാറണമെന്ന് ആഗ്രഹമുണ്ടോ? അതിന്റെ കൂട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ആയുസ് വർദ്ധിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ദീർഘായുസ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് അവധി നീട്ടി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്തോ, ഫൽയസ്വിൽ റഹ്മ, കുടുംബ ബന്ധം ചേർത്തോ. ഇത് പണയാനായിരുന്നു ഉസ്താദേ, എത്രയും നേരം നിങ്ങൾ ഇത്ര നിസ്സാരമാക്കി കാണല്ലേ, നീക്കി കളയല്ലേ. ഇതൊന്ന് കേൾക്കണേ അവസാനം വരെ. എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്? കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിഅ്റാജിന്റെ രാത്രി നബി തങ്ങൾ യാത്ര പോയി. ഇസ്രാ മിഅ്റാജ്, നരകത്തെ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ, ഉമ്മ നിങ്ങളാണ്, എന്റെ മജ്‌ലിസ് കാണുന്നവരല്ല
എന്നോടല്ല കേട്ടോ, നിങ്ങളൊക്കെ നല്ല ഉമ്മമാരാ, എനിക്ക് ഈമാനുള്ളത് കൊണ്ടാണല്ലോ കേൾക്കുക, അള്ളാഹ് കബൂലാക്കട്ടെ. അള്ളാഹ് അങ്ങനെ ആക്കട്ടെ. ഉമ്മമാരെ എന്തേ കാരണം, ഞാൻ ഉമ്മമാരെ കുറ്റപ്പെടുത്തിയതല്ല. ആണുങ്ങൾ നരകത്തിലല്ല എന്നല്ല, ആണുങ്ങളെല്ലാം നല്ലവരും പെണ്ണുങ്ങളെല്ലാം മോശം എന്നർത്ഥമില്ല. നബിതങ്ങൾ പറഞ്ഞ ഹദീസ് അവസരോചിതമായി പറഞ്ഞു എന്ന് മാത്രം. ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ അർഹനല്ല, ആരെയും കളിയാക്കാൻ ഞാൻ അർഹനല്ല, നിങ്ങൾ താഴ്ത്തി പറഞ്ഞതുമല്ല. സൂക്ഷിക്കണം ഉമ്മ, നിങ്ങൾക്ക് എൻ്റെ ഉമ്മമാരാണ്, സഹോദരിമാരാണ്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ എന്തേ കാരണം, അവർക്ക് നാവിനെ സൂക്ഷിക്കാത്തവരാണ്. ഭർത്താവിനെ കുറ്റം പറയും, ദേഷ്യപ്പെടും. ഭർത്താവിന്റെ ഉമ്മ, ഭർത്താവിന്റെ വാപ്പ, അവരോടൊക്കെ ദേഷ്യപ്പെടും. ഭാര്യ, ഭർത്താവിന്റെ ഉമ്മ, വാപ്പ, അങ്ങനെയൊക്കെ കുടുംബ കലഹമുണ്ടാക്കുന്നവരാണോ ആയുസ് ചുരുങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആയുസ് ചുരുങ്ങുമെന്ന് ഉറപ്പാണ്. അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും തരട്ടെ. നമ്മൾ ചിന്തിക്കണം, തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും ഖുർആനിലും 4 വേദഗ്രന്ഥങ്ങളിലും അള്ളാഹ് എടുത്തു പറഞ്ഞ ഒരേ ഒരു കാര്യം, കുടുംബബന്ധം ചേർക്കണം, നിങ്ങൾ നാശത്തിലാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, സ്വന്തം കൂടപ്പറപ്പിനോട് പിണങ്ങി കഴിയുന്നവരില്ലേ? ഈ മുഹറമിന്റെ പുതുവർഷം വന്നില്ലേ, ഉമ്മ സ്വന്തം കൽബിനോട് ചോദിച്ചു നോക്കി, എത്ര പേരോട് നമ്മൾ പിണങ്ങിയിട്ടുണ്ട്, എത്ര പേരെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട്, എത്ര പേരെ നമ്മൾ ഫസാദ് പറഞ്ഞിട്ടുണ്ട്. ഈബത്ത്, കുടുംബകലഹം ഉണ്ടാക്കല്ലേ. കുടുംബത്തിൽ ഒരാളോടും പിണങ്ങിയിരിക്കാൻ പാടില്ല. പൊരുത്തം ചോദിച്ചോ, ഉമ്മയോട്, വാപ്പയോട്, വാപ്പ ഭാര്യയുടെ മാതാപിതാക്കൾ, പെങ്ങളെ, ഭർത്താവിന്റെ അമ്മായിയമ്മ, ദേഷ്യമൊക്കെ ഉള്ളവരാ, കുറ്റവും കുറൊക്കെ പറയുന്നത് ക്ഷമിച്ചേക്ക്, അവർക്ക് സ്വർഗം ഉണ്ടെന്ന നബിതങ്ങൾ പറഞ്ഞ. മാതാപിതാക്കളുടെ കാലിനടിയിലല്ലേ സ്വർഗം. ഭർത്താവിന്റെ ബാപ്പയും ഉമ്മയും നിന്റെ ഉമ്മയും വാപ്പയ, അമ്മായിയപ്പൻ അമ്മായിയമ്മ എന്ന് വിളിക്കണമെങ്കിലും നിന്റെ വാപ്പയും ഉമ്മയുമാ. മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു സ്വന്തം മകനോട് പറഞ്ഞു, മോനെ എനിക്ക് സ്വർഗത്തിലെ മണ്ണ് വേണോടാ, സ്വർഗത്തിലെ മണ്ണ് വേണോ, ഒന്ന് പരീക്ഷിക്കാനാണ്. മോൻ ഓടിപ്പോയി. എവിടേക്കെന്നറിയോ? ഏണി വെച്ച് ആകാശത്തെ കയറിയില്ല. പിന്നെയോ മോൻ വീട്ടിലേക്ക് ചെന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഉമ്മ ചവിട്ടിയ മണ്ണ് ഒരു പിടി വാങ്ങി വാരിയെടുത്തിട്ട് വാപ്പാന്റെ കൈ കൊണ്ട് കൊടുത്തു. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹുവിന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട്, വാപ്പ ഇതാണ് സ്വർഗത്തിലെ മണ്ണ്. ചോദിച്ചു, എന്തേ? ഇതെന്റെ ഉമ്മ ചവിട്ടിയ മണ്ണ്, ഉമ്മയുടെ കാലിനടിയിൽ സ്വർഗം ഉണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമത്തെ കാര്യം, പ്രിയമുള്ളവരെ, കുടുംബ ബന്ധം ചേർക്കുന്നവരെ ഒരാളോടും പഴക്കം വേണ്ട, ഒരാളോട് ഇണക്കം വേണ്ട, ഒരാളോടും വെറുപ്പ് വേണ്ട, ഉദ്ദേശം എല്ലാവരും ഇണക്കം മാത്രം. അള്ളാഹ് ഭാഗ്യം തരും. രണ്ടാമത്തത്, അള്ളാഹ് റസൂൽ പറഞ്ഞു, സ്വതക്ക അധികരിപ്പിക്കുക, യതീമീങ്ങളെ സംരക്ഷിക്കുക. ഈ കാര്യം ഉറപ്പാണ് ആയുസ് വർദ്ധിപ്പിക്കുക. ഒറ്റ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുക. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെ നബി തങ്ങളോട് യാത്ര ചോദിക്കാമെന്ന്. നബിയെ, ഒരു യാത്ര പോവാണ്, കച്ചവടാർത്ഥം. നബി തങ്ങൾ പറഞ്ഞു, ബറക്കത്ത് ചെയ്യട്ടെ. അവിടെ നിന്ന് പോയി സലാം പറഞ്ഞു പോയി. നസ്സലുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഇനി അബ്ദുറഹ്മാൻ തിരിച്ചു വരൂല ട്ടോ റളിയല്ലാഹു അൻഹു, ഇത് അവസാന യാത്രയാ. ഈ യാത്ര അസ്രായിൽ റൂഹിനെ പിടിക്കും, ഇനി നിങ്ങൾ കാണൂല, ജീവനോടെ അബ്ദുറഹ്മാൻ നിങ്ങൾ കാണൂല എന്ന് പറഞ്ഞു. നബി തങ്ങൾക്ക് വലിയ സങ്കടമായി. യാത്ര പോയി ഇങ്ങനെ സഞ്ചരിച്ച് കയ്യിലിരുന്ന ഭക്ഷണങ്ങളൊക്കെ തീർന്നു. കുറച്ച് ഇരുട്ടായി. ഒരു വീട്ടിലെത്തിയപ്പോൾ, ഒരു സ്ഥലത്തെത്തിയപ്പോ, ചരിത്രം ചുരുക്കി പറഞ്ഞുതരാം, ഒരു സാധുവായ ഉമ്മ അവിടെ ഉണ്ട്. ഉമ്മയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഉമ്മ ഞങ്ങൾ യാത്രക്കാരാണ്, കുറച്ച് ഭക്ഷണം കഴിക്കണം, മാവും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് തരാം. കൊടുത്തു, മാവ് കൊടുത്തു. നിസ്കരിക്കാൻ സ്ഥലം തരുമെന്ന് ചോദിച്ചു. ഇത് എവിടെ നിസ്കരിക്കാൻ പറഞ്ഞു. ഒന്നു എടുത്തു, നിസ്കരിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഭക്ഷണം റെഡിയായി. അപ്പൊ ചോദിച്ചു, ഉമ്മ എന്തൊരു അത്ഭുതം, ഇത്രയും പേർക്ക് ഇത്ര വേഗത്തിൽ ഭക്ഷണം ഉണ്ടാക്കും, ഒറ്റയ്ക്കേ ഉള്ളൂ? ഉമ്മ പറഞ്ഞു, ഇല്ല, എനിക്ക് മക്കളുണ്ട്, 2 പെൺമക്കളുണ്ട്, യതീമീങ്ങളാണ്, വാപ്പയില്ല. വാപ്പയില്ലാത്തതിന്റെ പേരിൽ, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ആരും വിവാഹം കഴിക്കണില്ല. ആ യതീമക്കളെ കണ്ണുനീരി വീട്ടിലുണ്ട് എന്ന് ഉമ്മ പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ചോദിച്ചു, സ്വഹാബ, നിങ്ങൾ ആർക്കാണ് ഈ പെണ്ണുങ്ങൾക്ക് ജീവിതം കൊടുക്കാൻ പറ്റുക? ആരാണ് കെട്ടുക? അവര് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളെ ആഗ്രഹമുണ്ട്, മഹർ കൊടുക്കാൻ ഒന്നുമില്ല. ഉടൻ തന്നെ സ്വന്തം കീശയിൽ നിന്ന് പൈസ എടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മഹർ കൊടുത്തോ, ഞാൻ നിങ്ങൾക്ക് സ്വതക്ക തന്നിരിക്കുന്നു. ആ പൈസ കൊണ്ട് യതീമങ്ങൾക്ക് ജീവിതം കൊടുത്തു. നിബിതങ്ങളുടെ അടുക്കൽ തിരിച്ചു വന്നു. നിബിതങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമോട് ചോദിച്ചു, എന്തേ കാര്യം ചോദിച്ചു. അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു. കാര്യം ചോദിച്ചപ്പോൾ അബ്ദുറഹ്മാൻ കഥ പറഞ്ഞപ്പോൾ, ഈ ചരിത്രം പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു, ഒരൊറ്റ കാരണം, ആയുസ് വർദ്ധിക്കാൻ, സ്വതക്ക. ഒരു ദിവസത്തിൽ 1 രൂപയെങ്കിലും സ്വതക്ക കൊടുക്കാൻ പഠിക്കണം. 1 രൂപയെങ്കിലും. നമുക്ക് എളുപ്പമല്ലേ? പക്ഷെ 1 രൂപയ്ക്ക് എങ്ങനെ ആരും അറിയില്ലല്ലോ. നമ്മുടെ ഗൂഗിൾ പേ ഇല്ലാത്ത ആരാ ഉള്ളത്? ആ ഗൂഗിൾ പേ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് ഒരുപാട് ചാരിറ്റികൾ നടക്കുന്ന സമയം, പറ്റിപ്പും ഉണ്ട്, ചതിവും ഉണ്ട്. നല്ലത് ഹക്കാണെന്ന് തോന്നുന്ന, സത്യമാണെന്ന് തോന്നുന്ന ഒരാൾക്ക് ഒരു 5 രൂപ, ഒരു 10 രൂപ ആകട്ടെ, പലതുള്ളി പെരുവെള്ളം ഒരു ദിവസത്തിൽ. നമ്മുടെ സമ്പത്ത് എത്രയാണോ സ്വതക്ക കൊടുക്കുക. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. സ്വതക്ക, യതീമീങ്ങളെ ചേർത്ത് പിടിക്കുക. ഒരു യതീമിനെ കണ്ടാൽ ഒന്നും കൊടുക്കാനില്ല, ഒരു യതീമിനെ കണ്ടാൽ ഒന്നും കൊടുക്കാനില്ല, ആ കുട്ടിയോട്, ആ മോളോട്, ആ മോനോട് ഒരു നല്ല വാക്ക് പറയുക. അത് നിനക്ക് സ്വതക്കയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു
സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ, ഈ രണ്ട് കാര്യം ഈ മുഹറം മാസത്തിലാകട്ടെ എപ്പോഴാകട്ടെ നമ്മുടെ ജീവിതത്തിലുണ്ടോ പരാജയമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളൊക്കെ ദുആരക്കണം. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ടെന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളുടെയൊക്കെ ചരിത്രം വിശാലമായി പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ബദറിൻ തീരം എന്നൊരു ചാനലുണ്ട്. ആ ചാനൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ചുരുങ്ങിയ സമയം, ഇതുപോലെ കുറഞ്ഞ സമയത്തിൽ മഹാന്മാരുടെ ചരിത്രം പറയുന്ന ഒരു കഥ പറച്ചിൽ, കഥയുടെ രൂപത്തിൽ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തും. ബദറിൻ തീരം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. രാത്രി ബദറിൻ തീരം മജ്ലിസുമുണ്ട്. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. പുതിയ ഒരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.